ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ ഈ മാസം സർവീസ് ആരംഭിക്കും. ട്രെയിൻ സർവീസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളും ജനുവരി 12-നകം ചെലവ് കണക്ക് ഓൺലൈനായി സമർപ്പിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആരോഗ്യം ആനന്ദം വെബ് ഫോർ വെൽനസ് എന്ന പേരിൽ ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിന് സംസ്ഥാനത്ത് മികച്ച പ്രതികരണം. 13ാമത് ദേശീയ സരസ് മേളയ്ക്ക് നാളെ പാലക്കാട് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്തകൾ വിശദമായി. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ എന്നതിലുപരി ക്രിയാത്മകമായ മാറ്റങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കാനുള്ള അവസരമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യ AI മിഷനിലൂടെ നിർമ്മിത ബുദ്ധി രംഗത്തെ ആഗോള കേന്ദ്രമാക്കി രാജ്യത്തെ മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതായും സ്കില്ലിംഗ് ഫോർ AI റെഡിനെസ് പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞു. രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിലാണ് പരിപാടി നടന്നത്. രാജ്യത്തിന്റെ വരും ദശകത്തിലെ മൊത്തം ആഭ്യന്തര ഉൽപാദനം, തൊഴിലവസരങ്ങൾ എന്നിവയിൽ AI സാങ്കേതിക വിദ്യയ്ക്ക് സുപ്രധാന പങ്ക് വഹിക്കാനാകുമെന്നും ശ്രീമതി മുർമു പറഞ്ഞു. DRDO വികസിപ്പിച്ച ആയുധങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിലടക്കം നിർണായക പങ്ക് വഹിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 68ാമത് DRDO സ്ഥാപക ദിനത്തിൽ ന്യൂഡൽഹിയിലെ DRDO ആസ്ഥാനം സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. സായുധ സേനയ്ക്കായി തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയിലൂടെ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സ്ഥാപനത്തിന് സാധിച്ചു. സുദർശന ചക്ര വ്യോമ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുന്നതിലടക്കം DRDO നിർണായക പങ്ക് വഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. മാറുന്ന സാങ്കേതിക വിദ്യകൾക്ക് അനുസൃതമായി പുതിയ കണ്ടെത്തലുകൾ നടത്താൻ ശ്രമം തുടരണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. രാജ്യത്തെ ആദ്യ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ ഗുവാഹത്തിക്കും കൊൽക്കത്തയ്ക്കുമിടയിൽ ഈ മാസം തന്നെ സർവീസ് ആരംഭിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ട്രെയിൻ സർവീസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനിൽ ദീർഘദൂര യാത്രകൾക്ക് യോജിച്ച വിധം അത്യാധുനികമായി സജ്ജീകരിച്ച 16 കോച്ചുകളാണുള്ളത്. തേർഡ് എസിക്ക് ഭക്ഷണത്തോടെ 2300 രൂപയ്ക്കടുത്തും സെക്കൻഡ് എസിക്ക് 3000 രൂപയും ഫസ്റ്റ് എസിക്ക് 3600 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. माननीय प्रधानमंत्री श्री नरेंद्र मोदी जी आगामी कुछ ही दिनों में इस रूट पर पहली वंदे भारत स्लीपर को इनॉग्रेट करेंगे, फ्लैग ऑफ करेंगे. ये रेलवे के लिए और देश के लिए और हमारे यात्रियों के लिए एक बहुत ही बड़ा माइलस्टोन है. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളും ജനുവരി 12-നകം തെരഞ്ഞെടുപ്പ് ചെലവ് കണക്ക് ഓൺലൈനായി സമർപ്പിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിശ്ചിത സമയത്തിനകം കണക്ക് സമർപ്പിക്കാത്തവരെ അംഗമായി തുടരുന്നതിനും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും അയോഗ്യരാക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. പത്രികാ സമർപ്പണം മുതൽ വോട്ടെണ്ണൽ വരെ നടത്തിയ ചെലവ് കണക്കാണ് നൽകേണ്ടത്. അതത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നേരിട്ടും കണക്ക് നൽകാം. 2026ലെ നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന EVM, VVPAT എന്നിവയുടെ പ്രാഥമികതല പരിശോധന മറ്റന്നാൾ മുതൽ തിരുവനന്തപുരം കളക്ടറേറ്റിൽ ആരംഭിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി പരിശോധനയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. ഫെബ്രുവരി 16 വരെയാണ് നടപടിക്രമം. വയനാട് ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് കൽപ്പറ്റ ബൈപ്പാസിന് സമീപം ഏറ്റെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ടൌൺഷിപ്പ് നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്ന തരത്തിൽ അത്യാധുനിക സൌകര്യങ്ങളോടെ പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിൽ 35 ക്ലസ്റ്ററുകളിലായാണ് ടൌൺഷിപ്പ് വിഭാവനം ചെയ്തിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 300ഓളം വീടുകളും അനുബന്ധ സൌകര്യങ്ങളും പൂർത്തീകരിച്ച് ഒന്നാം ഘട്ടമായി ഫെബ്രുവരിയിൽ ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന തത്വം ഉൾക്കൊണ്ട് ഓരോ ദുരന്തബാധിതനും കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം ഉറപ്പുവരുന്നതിനായുള്ള സമഗ്ര പുനരധിവാസമാണ് ടൌൺഷിപ്പിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ലൈഫ് ഭവന പദ്ധതിയിലൂടെ പൂർത്തിയായ 5 ലക്ഷം വീടുകൾ എന്ന നേട്ടം അടുത്ത മാസം തന്നെ പൂർത്തീകരിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന വാർത്തയ്ക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന അടൂർ പ്രകാശ് MPയുടെ ആരോപണം തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് ഹൈക്കോടതിയാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ നടപടികളിൽ പങ്കില്ലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
ആരോഗ്യം ആനന്ദം വെബ് ഫോർ വെൽനസ് എന്ന പേരിൽ ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിനിൽ സംസ്ഥാനമാകെ പുതുവർഷത്തിൽ മാത്രം പങ്കെടുത്തത് 10 ലക്ഷത്തോളം പേർ. ക്യാമ്പയിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിക്ക് അധ്യക്ഷത വഹിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് സൂംബ ടീമിനോടൊപ്പം നൃത്തം ചെയ്തു. നല്ല ഭക്ഷണശീലം, വ്യായാമം പ്രോത്സാഹിപ്പിക്കൽ, ഉറക്കവും വിശ്രമവും, മാനസിക സുസ്ഥിതി എന്നിവയാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. ജില്ലാ ആസ്ഥാനങ്ങളിലും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും യോഗ ക്ലബ്ബുകളിലും അങ്കണവാടികളിലും രാവിലെ 9 മുതൽ വ്യായാമത്തിനുള്ള സൌകര്യങ്ങൾ സജ്ജമാക്കിയിരുന്നു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ശബരിമല സന്ദർശിച്ചു. സന്നിധാനത്ത് തിരക്ക് നിയന്ത്രിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും സുഗമമായ ദർശനം ഉറപ്പാക്കാൻ സ്വീകരിച്ച വിവിധ നടപടികളിൽ കമ്മീഷൻ തൃപ്തി അറിയിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സന്നിധാനത്തും 18ാം പടിയിലും ഒരുക്കിയ പ്രത്യേക വരി വിപുലീകരിക്കണമെന്നും കുട്ടികളെ കണ്ടെത്താൻ അണിയിക്കുന്ന റിസ്റ്റ് ബാൻഡ് എല്ലാ കുട്ടികളും അണിയുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശം നൽകി. ശബരിമലയിലെത്തുന്ന കുട്ടികളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വിവിധ വകുപ്പുകൾ സ്വീകരിക്കുന്ന നടപടികൾ അറിയാനാണ് കമ്മീഷൻ ചെയർപേഴ്സൺ കെ.വി. മനോജ് കുമാർ, അംഗങ്ങളായ ബി. മോഹൻകുമാർ, കെ. ഷാജു എന്നിവർ സന്നിധാനം സന്ദർശിച്ചത്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരസഭയിൽ മേയർ വി. രാജേഷിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, നഗരസഭാ വാർഡ് കൌൺസിലർമാർ, വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കുടുംബശ്രീ മിഷനും കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 13ാമത് ദേശീയ സരസ് മേള മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ വൈകുന്നേരം പാലക്കാട് ഉദ്ഘാടനം ചെയ്യും. ചാലിശ്ശേരിയിൽ ഈ മാസം 11 വരെയാണ് മേള. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി 250ലേറെ സ്റ്റാളുകൾ മേളയിൽ അണിനിരക്കും. ഭക്ഷ്യവസ്തുക്കൾ, തുണിത്തരങ്ങൾ, കരകൌശല ഉൽപ്പന്നങ്ങൾ, ആഭരണങ്ങൾ, ഗൃഹോപകരണങ്ങൾ എന്നിവ വാങ്ങാൻ മേളയിൽ അവസരമുണ്ട്. രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന LPG സിലിണ്ടറിന്റെ വില 111 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ വിതരണ കമ്പനികൾ. പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന 4 പുതിയ ലേബർ കോഡുമായി ബന്ധപ്പെട്ട കരട് ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. ഇത് സംബന്ധിച്ച എതിർപ്പുകളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാൻ 45 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. രാജ്യത്ത് നിലനിന്നിരുന്ന ദശാബ്ദങ്ങൾ പഴക്കമുള്ള തൊഴിൽ നിയമങ്ങൾക്ക് പകരമാണ് 2025 നവംബർ 21 മുതൽ പുതിയ ലേബർ കോഡ് നിലവിൽ വന്നത്. രാജ്യവ്യാപകമായി വൈഫൈ കോളിംഗ് സേവനങ്ങൾ ആരംഭിച്ച് BSNL. മൊബൈൽ സിഗ്നലുകൾ കുറഞ്ഞ പ്രദേശങ്ങളിൽ വൈഫൈ കണക്ഷൻ ഉപയോഗിച്ച് വോയിസ് കോളുകളും മെസ്സേജും ചെയ്യാൻ ഉപഭോക്താക്കൾക്ക് ഇതിലൂടെ സാധിക്കും. രാജ്യത്തെ എല്ലാ ടെലികോം സർക്കിളുകളിലും സേവനം ലഭ്യമാണ്. ഗ്രാമീണ വിദൂര മേഖലകളിൽ വോയിസ് ഓവർ വൈഫൈ സേവനം ഏറെ പ്രയോജനം ചെയ്യുമെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചു. മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് പെരുന്നയിൽ തുടക്കം. വിദ്യാഭ്യാസ സമുച്ചയ മൈതാനിയിൽ ഒരുക്കിയ മന്നം നഗറിലാണ് ഇന്നും നാളെയുമായി ജയന്തി ആഘോഷ ചടങ്ങുകൾ. ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി GR അനിൽ പൊതുജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന പ്രതിമാസ ഫോൺ ഇൻ പരിപാടി മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 മുതൽ 3 വരെ നടത്തും. ഭക്ഷ്യ പൊതുവിതരണ, ലീഗൽ, മെട്രോളജി, ഉപഭോക്തൃകാര്യ വകുപ്പുകളെ സംബന്ധിച്ച പരാതികളും നിർദ്ദേശങ്ങളും മന്ത്രിയെ നേരിട്ടറിയിച്ച് പരിഹാരം നേടാം. വിളിക്കേണ്ട നമ്പർ 8943873068. വർണ്ണച്ചിറകുകൾ ചിൽഡ്രൻസ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനവും ഉജ്ജ്വല ബാല്യ പുരസ്കാര വിതരണവും മന്ത്രി വീണ ജോർജ് നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലെ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമായ കുട്ടികളുടെ സർഗ്ഗവാസനകൾ കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിനും കുട്ടികൾക്ക് വിവിധ കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കുന്നതിനുമാണ് സംസ്ഥാനതലത്തിൽ വർണ്ണച്ചിറകുകൾ എന്ന പേരിൽ ചിൽഡ്രൻസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു വരുന്നത്. ഞായറാഴ്ച വരെ തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിലാണ് ഫെസ്റ്റ്. 51 കുട്ടികളെയാണ് ഉജ്ജ്വല ബാല്യ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. സംസ്ഥാന പോലീസ് സേനയുടെ വിവിധ യൂണിറ്റുകൾക്കായി വാങ്ങിയ പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. തിരുവനന്തപുരത്ത് SAP പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ പുതുതായി വാങ്ങിയ 172 ബൊലേറോ ജീപ്പുകളാണ് സേനയുടെ ഭാഗമായത്. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ദേശീയ പെൻഷൻ സംവിധാനം NPSന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് പെൻഷൻ ഫണ്ടുകൾ സ്വതന്ത്രമായി സജ്ജീകരിക്കാൻ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആന്റ് ഡെവലപ്മെന്റ് അതോറിറ്റി അനുമതി നൽകി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ ഈ മാസം സർവീസ് ആരംഭിക്കും. ട്രെയിൻ സർവീസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളും ജനുവരി 12-നകം ചെലവ് കണക്ക് ഓൺലൈനായി സമർപ്പിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആരോഗ്യം ആനന്ദം വെബ് ഫോർ വെൽനസ് എന്ന പേരിൽ ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിന് സംസ്ഥാനത്ത് മികച്ച പ്രതികരണം. 13ാമത് ദേശീയ സരസ് മേളയ്ക്ക് നാളെ പാലക്കാട് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.